എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് വളരെ രുചികരമായ ഒരു ഭക്ഷണ പദാർത്ഥവുമായിട്ടാണ്. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഈ റെസിപ്പിയുടെ ആൾ എൻ്റെ മോനാണ് എനിക്ക് പറഞ്ഞു തന്നെ. അവനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ അവനോട് വീണ്ടും ചോദിച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോഴേക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കട്ടെ. കാണുമ്പോൾ നിങ്ങളെന്താ വിചാരിക്കണേ, ഉപ്പുമാവാണെന്നോ? ഇത് ഉപ്പുമാവൊന്നുമല്ല കേട്ടോ. വളരെ സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് ഇത്. ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പ്രമേഹ രോഗികൾക്കും കഴിക്കാം. അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ എന്താണെന്നുള്ള വിശേഷങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. ഇത് എനിക്കിത്തിരി എരിവ് കൂടുതലാണ് കേട്ടോ ഇത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് സാധനം. നമ്മുടെ നാട്ടിൽ കപ്പക്കിഴങ്ങ് എന്ന് പറയും. മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ. ഇത് സത്യത്തിൽ പൊട്ടറ്റോ കുടുംബത്തിൽ പെട്ട ഒന്നല്ല കേട്ടോ. ഇതിന് പൊട്ടറ്റോടേക്കാളും ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ നമുക്കിത് പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കാം. പിന്നെ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. എൻ്റെ മോൻ പറഞ്ഞതിനേക്കാളും ഞാൻ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് അവൻ എന്നെ കളിയാക്കി. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് അവൻ കളിയാക്കി ഞാൻ ഇത് ഉണ്ടാക്കിയ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാനത് നമ്മുടെ നാടൻ രൂപത്തിലേക്ക് ആക്കിയെടുത്താണ്. ഈ ഇത് ഞാൻ പറഞ്ഞല്ലോ പ്രമേഹ രോഗികൾക്കും കഴിക്കാമെന്ന്. പക്ഷെ ഇങ്ങനെ ഇതേപോലെ പുഴുങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. അല്ലാതെ വറുത്തും ഒക്കെ കഴിക്കുമ്പോൾ അതിന് ഗുണമൊന്നുമില്ല. വളരെയധികം നാരുകളടങ്ങിയ ഭക്ഷണമാണിത്. അതുകൊണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക്, കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് ഒത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നല്ല പോലെ പൊടിച്ചെടുത്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇക്കാര്യം വേണമെന്നില്ല. ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് പൊട്ടിച്ച്, ഉഴുന്നുപരിപ്പൊക്കെ പൊട്ടിച്ച് നമ്മുടെ സാധാരണ രീതിയിലേക്ക് ആക്കിയെടുത്താണ് ഞാൻ. ഈ സ്റ്റെപ്പ് ആവശ്യമില്ല സത്യത്തിൽ. അതുകൊണ്ടാണ് ഞാനത് ഓപ്ഷണലാണെന്ന് എഴുതിയേക്കണേ. എൻ്റെ ഒരു ആവശ്യം. അതിനുശേഷം ഞാൻ എന്താ ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പക്കിഴങ്ങ് പുഴുങ്ങിയത്, അതായത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇത് കുറച്ച് ചില്ലി ഫ്ലേക്സാണ്. അത് നിങ്ങൾ പച്ചമുളകോ ചില്ലി ഫ്ലേക്സോ അത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും പാകത്തിന് ഉപ്പിട്ട് വെച്ച് കഴിച്ചതാണ്. വേണമെങ്കിൽ ഇനി ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കുടലിന് നല്ലതാണ്, കണ്ണിനും നല്ലതാണ്, ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നൊക്കെയാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് ഗുണമുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, വിറ്റാമിൻസ്, നാരുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ കാര്യങ്ങൾ എഴുതുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. തേങ്ങാപ്പാൽ വെച്ച് നമ്മൾ വേറെ പാൽക്കറി ഉണ്ടാക്കുമല്ലോ. ഇത് അതുപോലെയല്ല. ഇത് ഞാൻ പശുവും പാലാണ് ഒഴിക്കണം കേട്ടോ. ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തിരക്കേടില്ല. ഈ ചാനലിൽ കുക്കിംഗ്, കിച്ചൺ ടിപ്സ്, അല്ലാതെ പല കാര്യങ്ങളും, കവിത, കഥ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും തരിക. ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ഭക്ഷണമാണിത്. പിന്നെ ഈ കപ്പക്കിഴങ്ങ് ഞാൻ പറഞ്ഞല്ലോ പല ഗുണങ്ങളും ഉള്ളതാണ്. കപ്പക്കിഴങ്ങ് വെച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോ കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കപ്പക്കിഴങ്ങ് എന്നാണ് പറയുക. അത് ഇതാ ഞാൻ പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അത് ഓപ്ഷണലാണ് കേട്ടോ. കുരുമുളക്, മറ്റേ ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ പച്ചമുളക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക. ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ വറുത്തൊന്നും കഴിച്ചാൽ കിട്ടില്ല കേട്ടോ. നമുക്കറിയാലോ ഏത് ഭക്ഷണം വറുക്കുമ്പോൾ അതിൻ്റെ കാര്യം വ്യത്യാസം വരുന്നുള്ളത്. ഇത് ഞാൻ കുരുമുളക് പൊടി ഇട്ടതാണ്.
എനിക്ക് സത്യത്തിലധികം എരിവൊന്നും വേണ്ട, എന്നാലും ഒന്ന് കുറച്ചിത്തിരി എരിവ് ഇട്ടേക്കാണ്. ഇത് പുഴുങ്ങി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് ലഭിക്കുക. പിന്നെ ഇതാണ് മെയിൻ ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം, അതായത് നെയ്യ്. ഈ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ, നെയ്യല്ല ബട്ടർ, നെയ്യാക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. വീട്ടിലുണ്ടാക്കിയ വെണ്ണയായ കാരണം ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലേ. അപ്പോൾ വെണ്ണ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തോന്നും ചെയ്തിട്ടില്ല, വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. ആവശ്യത്തിന് വെണ്ണ ചേർക്കുക. വേണമെങ്കിൽ ഈ പരുവത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാനൊന്നും കൂടി ഡ്രൈ ആക്കുന്നുണ്ട്. ഇത് എന്നിട്ട് ചിക്കൻ്റെ കൂടെയോ ഫിഷിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗുണവും കിട്ടും. അതായത് ഇത് കാർബവും മറ്റേത് ഫിഷും ചിക്കനൊക്കെ ആകുമ്പോൾ പ്രോട്ടീനും, അപ്പോൾ അങ്ങനെ ഒരു ഗുണം കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ലൊരു വിഭവമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നെ വിവരം അറിയിക്കുക. മോനുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ അത്രയ്ക്ക് നന്നായില്ല തോന്നുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ളൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതുവരേക്കും നമസ്കാരം പറയുന്നു. സ്നേഹം, നിങ്ങളുടെ അമ്മു പിയങ്കോങ്ങാൻ.